നമസ്കാരം. കഴിഞ്ഞ ഒരു ദിവസം എന്നെ ഒരു മനുഷ്യൻ വിളിച്ചിട്ട് എന്നോട് അയാൾ ഭയങ്കര വിഷമത്തിലാണ് സംസാരിക്കുന്നു. എന്നോട് പറഞ്ഞു, സാർ ഇന്ന് എൻ്റെ ഭാര്യയുടെ വിവാഹമാണ് നടന്നത്. എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നിങ്ങളോട് കുറേ സംസാരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ സംസാരിക്കും, എന്താ പ്രശ്നം? അപ്പോൾ അയാൾ ഇങ്ങോട്ട് സംസാരിച്ച കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, അയാളും ഭാര്യയും തമ്മിൽ ഏകദേശം 8-9 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഇവർ രണ്ടുപേരും പ്രൊഫഷണലി ക്വാളിഫൈഡുള്ള ആൾക്കാരാണ്. ഈ പെൺകുട്ടിയാണ് ഇയാളോട് ഇങ്ങോട്ട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു വന്ന് അയാളെ കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചതും അങ്ങനെ കല്യാണത്തിലേക്ക് പോയെന്നൊക്കെ പറഞ്ഞു. എന്നാൽ മുന്നോട്ടുള്ള ജീവിതത്തിനിടയിൽ ഈ പെൺകുട്ടിയുടെ ഇടയിൽ പ്രതീക്ഷിക്കാത്ത കുറേ പൈസ അവിടെ വീട്ടിൽ നിന്ന് കൊടുക്കുകയും ഇവിടെ ആറ്റിറ്റ്യൂഡിലും അല്ലെ അവിടെ ആ പെരുമാറ്റത്തിലൊക്കെ പെട്ടെന്നൊരു മാറ്റം വരികയും ഇയാളിലേക്ക് ഭയങ്കര സംശയം ഉണ്ടാകുകയും ചെയ്തു. ഈ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഇമ്മോറൽ സംശയം കാര്യങ്ങളൊന്നുമല്ല. ഈ പെൺകുട്ടിക്ക് കിട്ടിയ പൈസ ഇയാളെ ദുർവിനിയോഗം ചെയ്യുമോ എന്നൊരു സംശയം. അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ ഈ പെൺകുട്ടി ഈ പൈസയ്ക്ക് അങ്ങ് അടയിരിക്കുന്ന പോലെ അങ്ങ് തുടങ്ങിയെന്ന് പറഞ്ഞു. കാരണം എന്നും പൈസ മുഴുവൻ എണ്ണി നോക്കും, എന്തെങ്കിലും എടുത്തോ എന്നുള്ള സംശയമാണ്. അപ്പം ഈ പൈസ വെച്ച് ഇവർക്ക് കുറേ വസ്തു മേടിക്കണം എന്നുള്ള ചിന്തയായി. ആ വസ്തു അവളുടെ പേരിൽ തന്നെ മേടിക്കണം എന്നുള്ള ഡിമാൻഡ് വന്നു തുടങ്ങി. അതുവരെ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്, അവരൊരുമിച്ചൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇയാൾ എന്തുണ്ടാക്കുന്നു, നിങ്ങൾ എന്ത് കാണിക്കുന്നു, ഇത്ര നാൾ എന്താ ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു ഇങ്ങനെ സംസാരം വന്നു തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ അതിനെപ്പറ്റിയൊക്കെ വിഷമമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ വസ്തു മേടിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ഇവർക്ക് ഇയാളുമായിട്ട് ജീവിക്കേണ്ട എന്നൊരു കാര്യത്തെ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തുടങ്ങി. പലവിധമായ പ്രശ്നങ്ങൾ, എന്നും വഴക്ക്. അവസാനം ഡിവോഴ്സിനൊക്കെ ഉള്ള കാര്യങ്ങൾ നീങ്ങുകയും മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ആകുകയും ചെയ്തു. മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ആയെങ്കിൽ പോലും ഈ സ്ത്രീ ഇയാളോട് പറഞ്ഞു, എനിക്കൊരു 3 മാസത്തെ ഗ്യാപ്പ് വേണം, ഒന്ന് മാനസികമായി ഞാൻ കുറേ ഇറിറ്റേറ്റഡാണ്, ഇനി ഒന്ന് ഓക്കെ ആയി വരണം, എനിക്ക് സമയം തരണം, ഒരു പ്രതീക്ഷ ഈ മനുഷ്യൻ കൊടുത്തു. എന്നോട് ഈ മനുഷ്യൻ പറഞ്ഞു, ഈ ഡിവോഴ്സ് ആയ ശേഷവും ഇയാളൊരു കേരളത്തിലൊരു സ്ഥലത്ത് ജീവിക്കുന്നു, ആ സ്ത്രീ വേറൊരു ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നു. ആ സ്ത്രീ തന്നെ ഇയാളുടെ അടുത്ത് ചിലപ്പോൾ വരാറുണ്ടെന്ന് പറഞ്ഞു. കാരണം ഇയാളുടെ അടുത്ത് വരും, ചിലപ്പോൾ 1-2 ദിവസം ഇയാളോട് താമസിക്കും. ആ താമസിക്കുന്ന സമയത്ത് ഇവർക്ക് തമ്മിൽ എല്ലാവിധമായ റിലേഷൻഷിപ്പും ഉണ്ട്. ഈ മാസത്തിൽ 1-2 മാസം കൂടുമ്പോൾ ഈ സ്ത്രീ വരുന്നുണ്ട്. ഇവർക്ക് തമ്മിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, അയാൾ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ കരുതിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവളൊരു 3 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 1-2 വർഷം കൊണ്ട് ഇവൾ മൈൻഡ് ഒന്ന് ശരിയായി ഓക്കെ ആകുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ആ സ്ത്രീ പൂർണ്ണമായി ഈ മനുഷ്യനെ പറ്റിക്കുമായിരുന്നു. ഈ ഡിവോഴ്സ് ആയ സ്ത്രീക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ റിലേഷൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കും തന്നെ, ഇവർ തമ്മിലുള്ള ആ ഒരു വിവാഹ ജീവിതം നടന്നുകൊണ്ടിരിക്കും തന്നെ വേറൊരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലാകുകയും ആ പയ്യനുമായിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഇവർ ഡിവോഴ്സൊക്കെ മേടിക്കുകയൊക്കെ ചെയ്തത്. എനിവേ ഈ 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു, ഞാൻ വേറെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വേറെ ആളെ കല്യാണം കഴിച്ചു എന്നാണ് ഈ മനുഷ്യനെ വിളിക്കുന്നത്. ഈ വ്യക്തിക്കുണ്ടായ പ്രശ്നമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിക്കുണ്ടായ ഏറ്റവും വലിയ വിഷയം വെച്ചാൽ ഇയാളുടെ കുഞ്ഞ്